നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള റാങ്കിങ് ആൻഡ് ഓർഡറിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണിത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏതാണെങ്കിലും SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, റെയിൽവേസ് ആയിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ എക്സാമിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ടോപ്പിക്, ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നതെന്നാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ചോദ്യത്തിൻ്റെ ഒരു ടൈപ്പാണിത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഫോമുലയുണ്ട്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒരാളുടെ റൈറ്റിലും ലെഫ്റ്റിലും എത്ര ആൾക്കാരാണ് ഇരിക്കുന്നത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. രണ്ടുപേരുടെ നടുക്ക് എത്ര പേര് ഇരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ആൾക്കാരുടെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരുടെ ടോട്ടൽ നമ്പറോ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഇൻ്റർചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, അതിൻ്റെ ആൻസർ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു അടിപൊളി ഷോർട്ട് കട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ടൈപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസിനെ പറ്റിയിട്ടുള്ള ഫോമുലയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു 5 പേര് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന ഈ പെൺകുട്ടിയെ ഞാൻ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യുകയാണ്. ഇയാളുടെ റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടത്തെ ഭാഗത്ത് നിന്നും, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇയാളുടെ റാങ്ക് വന്നിരിക്കുന്നത് 2 ആണ്. അതേസമയം റൈറ്റ് സൈഡിൽ നിന്നും ഇയാളുടെ റാങ്ക് വന്നിരിക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 4 ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ റാങ്ക് രണ്ട് സൈഡിൽ നിന്നും തന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് 5 ആണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ 4ഉം 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ് അല്ലേ. സോ ആ 6ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടേക്ക് കൂട്ടുമ്പോഴും നമ്മൾ ഇയാൾ ഒരു തവണ കൗണ്ട് ചെയ്യും, ഇപ്പുറത്തേക്ക് കൂട്ടുമ്പോഴും നമ്മൾ ഇയാൾ ഒരു തവണ കൂടി കൗണ്ട് ചെയ്യും. സോ ആ 1 നമ്മൾ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് ഈ ടോപ്പിക്കിൻ്റെ ഫോമുലയും നമുക്ക് തരുന്നത്. അതായത് ഒരു ലൈനിലോ ഒരു ക്യൂവിലോ ഒക്കെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിൽ ഒരു വ്യക്തിയുടെ തന്നെ റാങ്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ കണ്ടുപിടിക്കാൻ ഈ 2 റാങ്കും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്നും ജസ്റ്റ് ഈ 1 ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇസ് ഈക്വൽ ടു R1 + R2 - 1. ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏതൊരു ക്വസ്റ്റനും നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വിക്രം സ്റ്റാൻഡ്സ് 7th ഫ്രം ദി ടോപ്പ് ആൻഡ് 28th ഫ്രം ദി ബോട്ടം ഇൻ എ ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വിക്രമിൻ്റെ റാങ്ക് ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. സോ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഫോമുലയൊക്കെ എഴുതി നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷേ ഇത്രയൊന്ന് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ആ ഫോമുല നിങ്ങൾ ആലോചിക്കുക. 2 റാങ്കും എടുക്കുക, -1 ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. സോ ഇവിടെ 28ഉം 7ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 35 ആണ്. അതിൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 34 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സിയിലുള്ള 34 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് ചോദ്യങ്ങൾ വരണമെന്നില്ല അല്ലേ. സോ ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിട്ട് ഒരാളുടെ ഒരു റാങ്ക് തന്ന് മറ്റേ റാങ്ക് ഏതാണ്, ആ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യം വായിച്ചു നോക്കാം. In a class of 50 students, Ramesh is 10th from the top. What is his rank from the bottom? അതായത് ഇവിടെ ഓൾറെഡി ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു സൈഡിൽ നിന്നുള്ള റാങ്കും തന്നിട്ടുണ്ട്. അപ്പോഴെങ്ങനെയാണ് മറ്റേ സൈഡിൽ നിന്നുള്ള റാങ്ക് കണ്ടെത്തുക? വീണ്ടും നേരത്തെ നമ്മൾ എടുത്ത അതേ ഫോമുല തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 + R2 - 1. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് വന്ന് സമയമെടുത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു ചെറിയ ട്രിക്കും കൂടെ നോക്കിയാലോ. ഈ 1നെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ +1 ആകും.
ടോട്ടൽ പ്ലസ് 1 ആണ് ഇവിടെ റാങ്ക് 1 പ്ലസ് റാങ്ക് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു റാങ്ക് തന്നാൽ മറ്റേ റാങ്ക് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്ലസ് 1ൽ നിന്നും ഈ തന്നിരിക്കുന്ന റാങ്ക് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ 50 ആണെങ്കിൽ പ്ലസ് 1 ചെയ്താൽ നമുക്ക് 51 കിട്ടും. ഒരു റാങ്ക് 10 ആണെങ്കിൽ 51ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 41 ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ സിയിലുള്ള 41st ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ മനസ്സിലായോ എത്ര പെട്ടെന്ന് നമുക്ക് അധികം കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുമെന്ന്. ഇനി വീണ്ടും മറ്റൊരു എക്സാമ്പിൾ ചോദ്യം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് നോക്കാം. ഇൻ എ ക്ലാസ് Anu is 9th from the top and 12th from the bottom. അപ്പോൾ ഒരാളുടെ തന്നെ രണ്ട് സൈഡിൽ നിന്നുമുള്ള റാങ്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം റാങ്ക്സ് ഓഫ് അനു? അപ്പോൾ ഇതെന്താ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത്? അല്ല, കാരണം ടോട്ടൽ അല്ല ചോദിച്ചിരിക്കുന്നത്, ഒരാളുടെ മറ്റേ റാങ്കൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ റാങ്കുകളുടെ ഇടയിലും എത്ര പേരുണ്ട്? സോ ബേസിക്കലി എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണോ അതിൽ നിന്നും ഈ അനുവിൻ്റെ 2 റാങ്കും അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. ടോട്ടൽ കണ്ടെത്താൻ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഇത് ഇവിടെ തന്നിരിക്കുന്നു ഒരു റാങ്ക് 9ഉം അടുത്ത റാങ്ക് ഇവിടെ തന്നിരിക്കുന്നത് 12ഉം ആണ്. സോ ടോട്ടൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇത് രണ്ടും ആഡ് ചെയ്യുക, അതിൽ നിന്നും ജസ്റ്റ് 1 ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 9 കിട്ടി, ഇവിടെ 12 കിട്ടി. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 20 എന്ന് കിട്ടി. സോ ആ ക്ലാസ്സിൽ മൊത്തമുള്ളത് 20 പേരാണ്. അപ്പോൾ അനുവിൻ്റെ 2 റാങ്കും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 18 എന്നാണ് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ 18 ഓപ്ഷൻ നമ്പർ 1 ആണ് ഇവിടേക്ക് വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കി. ഇനിയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, സാധാരണ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ സ്റ്റുഡൻസും ചെയ്യും. ഇൻ്റർചേഞ്ച് വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, എപ്പോഴും എന്തെങ്കിലും ഒരു കെയർലെസ് മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ ആദ്യം എന്താണ് ഇൻ്റർചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. സോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അതാ ഇവിടെ ഒരു ക്യൂവിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നിൽക്കുന്നു. ഇമാജിൻ നിങ്ങൾ ഇനി അടുത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 പേര് പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ജസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കോളൂ. ആദ്യം ഈ കോട്ടിട്ട ലേഡി ഇവിടെയാണ് നിൽക്കുന്നത്, എന്നാൽ അപ്പുറത്തേക്ക് പോയപ്പോഴേക്കും ഈ ലേഡി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവർ ഇങ്ങനെ ഓരോ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇവർ സ്ഥാനം മാറുന്നു എന്നതിനനുസരിച്ച് ഇവരുടെ ആ നിൽക്കുന്ന പൊസിഷൻ മാറുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഓരോ സ്ക്വയർസ് ഇട്ടിട്ട് നമ്മൾ ഓരോ പൊസിഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ ഇയാൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറുമ്പോഴും ഈ 4 എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കുന്നു, അതിന് മാറ്റം വരുന്നില്ല അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ്, ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തിയറിറ്റിക്കലി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ഇതെങ്ങനെ ആക്ച്വലി സോൾവ് ചെയ്യാം, കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യാമെന്ന് നോക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഒരു എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ട് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കാം. In a row, Ram is 10th from the left and Shyam is 8th from the right. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു റോയിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു. റാം എന്ന് പറയുന്ന ആളുടെ റാങ്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇത് റാം ആണ്. ഇയാളുടെ റാങ്ക് ലെഫ്റ്റിൽ നിന്നും എത്രയാണ്? 10th ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ശ്യാം ഇസ് 8th ഫ്രം ദി റൈറ്റ്. സോ ഇവിടെ ശ്യാമിനെ ഈ സൈഡിൽ വെക്കുന്നു, റൈറ്റ് സൈഡിൽ നിന്നും റാങ്ക് 8th ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ദെയർ പൊസിഷൻസ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവർ രണ്ടുപേരും ഇവരുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. സോ ഇയാൾ നേരെ ഇവിടേക്കും വരുന്നു, ഇയാൾ നേരെ ഇവിടേക്കും വരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചിരിക്കുന്നത്? റാം ബിക്കംസ് 15th ഫ്രം ദ ലെഫ്റ്റ്. ഇവിടെ നിന്ന് റാം നേരെ ഇവിടേക്ക് എത്തി. സോ റാമിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണ്? ലെഫ്റ്റ് സൈഡിൽ നിന്നും 15 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവിടെ ബേസിക്കലി റാം വന്ന് നിൽക്കുന്നത് ശ്യാമിൻ്റെ ആദ്യത്തെ പൊസിഷനിലാണ്. അതായത് റൈറ്റ് സൈഡിൽ നിന്നും 8ാമത്തെ പൊസിഷനിലാണ് ഇപ്പോൾ റാം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുടെ തന്നെ 2 റാങ്കും നമുക്കറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ.
അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ ഫോർമുലയാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ജനറൽ ഫോർമുല എന്തായിരുന്നു? നമുക്ക് ടോട്ടൽ നമ്പർ കണ്ടെത്തണം. ഓക്കെ, സോ നമുക്കറിയാം ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 + R2 - 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുക? 23 കിട്ടും. -1 ചെയ്ത് കഴിഞ്ഞാൽ 22 വരും. സോ 22 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയഗ്രാം ഒക്കെ വരച്ച് സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് അല്ലാതെ ഒരു ഈസി ഷോർട്ട് കട്ട് വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നു ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ് എന്നതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, റാം ബിക്കംസ് 15th ഫ്രം ദി ലെഫ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇൻ്റർചേഞ്ചിന് ശേഷം വരുന്ന രണ്ടാമത്തെ കേസ്, ഇതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള റൈറ്റ് ഏതാണ് നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ റൈറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിലുള്ള ലെഫ്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു ബിക്കംസ് 15th ഫ്രം ദി ലെഫ്റ്റ്. സോ നേരെ ലെഫ്റ്റിൻ്റെ റാങ്ക് 15 എന്ന് എടുക്കുക. അതിനുശേഷം റൈറ്റ് നേരെ ഓപ്പോസിറ്റ് നോക്കിക്കേ, റൈറ്റ് ഇവിടെ 8 ആണ്. ദെർഫോർ റൈറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് എടുക്കുക. നേരെ നമ്മുടെ സാധാരണ ടോട്ടൽ കണ്ടെത്തുക. 15 + 8 23 -1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 22 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇൻ്റർചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ നമ്പർ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. In a class, Priya is 13th from the top and 8th from the bottom. After exchanging her position with Neha, Priya becomes 20th from the top. അപ്പോൾ ഇവിടെ റൈറ്റും ലെഫ്റ്റും അല്ല, ടോപ്പ് ആൻഡ് ബോട്ടം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, Priya becomes 20th from the top. സോ ടോപ്പ് റാങ്കിൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഇവിടെ ടോപ്പ് തന്നാൽ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കണം അല്ലേ? ഏതാണ്? ബോട്ടം ആണ് എടുക്കേണ്ടത്. സോ ബോട്ടമിൻ്റെ റാങ്ക് 8 ആണ്. ദെർഫോർ ബോട്ടമിൻ്റെ വാല്യൂ 8 എന്ന് എടുക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 എന്ന് എടുക്കുക. -1 ചെയ്ത് കഴിഞ്ഞാൽ 27 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 27 ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻ്റർചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തതെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. In a row, A is 7th from the left and B is 12th from the right. After interchanging, A becomes 18th from the left. Find the total number of persons. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത അതേ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ കോമെൻറ്റ്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ ഏത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ജസ്റ്റ് ബേസിക്സ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റൻഡ് ചെയ്യണം. പക്ഷേ അതിന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു SSC Super 30 ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ Super 30 എന്ന് വെച്ചാൽ നമ്മുടെ ബാച്ചിലാകെ 30 കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കെയറും അറ്റൻഷനും മോട്ടിവേഷനും എൻട്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള എല്ലാ റെക്കോർഡഡ് ക്ലാസ്സസിനും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാകും. ടീച്ചേഴ്സ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും. ക്വിസസ് ലഭിക്കുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെയൊക്കെ വർക്കിംഗ് ടൈമിനനുസരിച്ച് മേ ബി നൈറ്റ് ക്ലാസ്സസും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമോ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസുമായി എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ SSCയുടെ അടുത്ത കാലണ്ടറിന് വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ്. സോ ഈ വർഷത്തെ സൈക്കിൾ കഴിഞ്ഞു, അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന് മുൻപ് തന്നെ എല്ലാവരും എക്സാം റെഡി ആകൂ. സോ നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും നമ്മുടെ പക്കൽ അതിനുള്ള കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. അതുമാത്രമല്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും എഴുതി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കോമെൻറ്റ്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എന്തൊക്കെ ടോപ്പിക്സ് ആണോ ഇനി നിങ്ങൾക്ക് വേണ്ടത് അങ്ങനത്തെ സജഷൻസ് ഉണ്ടെങ്കിലും കോമെൻറ്റ്സിലൂടെ നമ്മൾ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.